ഇന്നു മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പൂർണ്ണമായും റഫറൽ സംവിധാനത്തിലേക്ക്. റഫറൽ സംവിധാനം വിജയിപ്പിക്കുക എന്നത് കേരളത്തിന്റെ ആവശ്യമാണ്. ഈ പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ മറ്റു ജില്ലകളിലും ലഭ്യമാകും. ചികിത്സ എല്ലാവരിലും എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റഫറൽ സംവിധാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ മാത്രമേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, താലൂക്ക്, ജില്ലാ ആശുപത്രികൾ, കേന്ദ്ര ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയുള്ളൂ. റഫറൽ സംവിധാനം കൂടുതൽ കർശനമാക്കുമെന്നും രോഗികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിന് പ്രത്യേക PROമാരെ ചുമതലപ്പെടുത്തുമെന്നും ആരോഗ്യമന്ത്രി VS ശിവകുമാർ പറഞ്ഞു. അന്താരാഷ്ട്ര ആരോഗ്യ ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമായി. 3 ദിവസം നീളുന്ന ഉച്ചകോടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് അമേരിക്കൻ ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യൻ ഒറിജിനും ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് ഒറിജിനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും സംയുക്തമായാണ് ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ സംഗമമായ അന്താരാഷ്ട്ര ആരോഗ്യ ഉച്ചകോടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് ഉതകും വിധം ആഗോള പങ്കാളിത്തവും പുതിയ നിക്ഷേപങ്ങളും ഉറപ്പാക്കുന്നതിനും ചെലവ് കുറഞ്ഞതും നവീനങ്ങളുമായ സാധ്യതകൾ അന്വേഷിക്കുന്നതുമായിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ കേരളത്തിൽ ലഭ്യമാണെങ്കിലും എല്ലാവർക്കും അത് ലഭിക്കുന്നില്ലെന്നും അതിനായുള്ള ശ്രമങ്ങളിലാണ് സർക്കാർ എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. It is unacceptable in any society for individuals to be denied available medical treatment for financial reasons. Our government believes with conviction that the right to health is a fundamental right of the citizen. കേന്ദ്രമന്ത്രി വയലാർ രവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഗമത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീറിന്റെ പ്രകാശനം മന്ത്രി K ബാബു നിർവഹിച്ചു. AIPI പ്രസിഡന്റ് ഡോക്ടർ നരേന്ദ്രകുമാർ, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് TKA നായർ, മെട്രോണിക് CEO ഒമാൽ ഷാഖ്, എയിംസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ തുടങ്ങിയവർ സംസാരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.